ആ പെൺകൊച്ചിന്റെ ഒരു അടയാളവും ഈ വീട്ടിൽ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാം കത്തിച്ച് കളയ, ഒന്നും ഇവിടെ കണ്ടുപോകരുത്. അവളെന്റെ പെങ്ങളാണ്. ഞങ്ങള് തമ്മിൽ രക്തബന്ധമുള്ളത്. ഈ വീട്ടിൽ പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്നിട്ട് അവള് വലുതായത്. ഈ വിഷമമൊക്കെ അവൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? ആ തെരുവിൽ അവൾ എങ്ങനെ കഴിയും? ഇനിയിപ്പോൾ ഞാൻ അവൾക്ക് വിധിച്ചിരിക്കുന്ന ജീവിതം അങ്ങനെ തന്നെയാ. ആ നരകത്തിൽ കിടന്ന് ചാകാനായിട്ട് അവൾക്ക് 100 തവണയെങ്കിലും തോന്നണം. പക്ഷെ ജീവിക്കാൻ ഒരിക്കലും തോന്നരുത്. പാപമുണ്ട് അവള് ചെയ്തത്. അതിന്റെ ശിക്ഷ അവൾ അനുഭവിക്കുക തന്നെ വേണം. വീട്ടിലുണ്ടായ സംഭവത്തിന് ശേഷം ഇതുവരെ ഈശോ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വിശക്കുന്നുണ്ടെങ്കിലോ? ആണോ? വലിയമ്മയ്ക്ക് സുഖമായെന്ന്. കാവ്യ, അമ്മയുടെ സർജറി ഒരു കുഴപ്പമില്ലാതെ നടന്നു. എല്ലാം ഓക്കെ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാലും നീ എല്ലാരോടും വിവരം പറഞ്ഞേക്ക്. കേട്ടല്ലോ? ആ ശരി. കേട്ടല്ലോ ചേട്ടാ. ഇതൊക്കെ നടന്നത് ചേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ്. നിനക്ക് ആവശ്യം പണമല്ലേ? പക്ഷെ അതിന് പകരമായിട്ട് നീ ഈശോയെ വിവാഹം കഴിക്കേണ്ടതായി വരും. ചേട്ടാ, ആഹാരമൊക്കെ തീർന്നു പോയല്ലോ. ചേട്ടന് വിശക്കുന്നുണ്ടോ? ചേട്ടൻ രാത്രി പാല് കുടിക്കാറില്ലല്ലോ? അതെ. സൂരജ് എവിടെ? മരുന്ന് വാങ്ങാൻ പുറത്തു പോയതാണോ? ഇല്ലമ്മേ, അവനിപ്പോ ഇവിടെ ഇല്ല. എന്റെ ഓപ്പറേഷനായിട്ട് അവൻ എന്നെ കാണാൻ വന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ അമ്മേ, നിങ്ങളെ കൊണ്ട് നോക്കിയേ. നിങ്ങൾ റെസ്റ്റ് എടുക്ക്. ഇപ്പൊ ആവശ്യത്തിലധികം ചോദ്യവും ഉത്തരവും ഒന്നും വേണ്ട. ഡോക്ടറും മിണ്ടാതെ റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്. മതി. ഇതാ ഇത് കുടിച്ച് വേറൊക്കെ പതുക്കെ പതുക്കെ വേർന്നേ. ആ അങ്ങനെ ഇതാ കുറച്ചുകൂടെ കുടിച്ച്. ആ അങ്ങനെ തന്നെ. ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് എന്റെ കാൽമുട്ടിനല്ലേ? അതിന് ഇക്കൽ എവിടുന്നാ വന്നത്? അമ്മ അതൊന്നും ആലോചിക്കാതെ വിശ്രമിക്കുക. ഒക്കെ പെട്ടെന്ന് ശരിയാവും. എന്തിനാ എന്റെ ജീവിതം തട്ടിപ്പറിച്ച് വേറൊരാൾക്ക് കൊടുത്ത്? നിന്നെ ഈ ലോകത്തെ എനിക്കല്ലാതെ വേറൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ വേറൊരുത്തിയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് വന്നത്? എന്തിനു? പറ നീ. പറ. എന്റെ മാത്രം സൂരജ്, എന്റെ മാത്രം. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ആർക്കും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. ഇനിയും എത്രത്തോളം അധപ്പതിക്കാനാണ് നിന്റെ ഉദ്ദേശം? ഒരു പെൺകുട്ടി അവളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിക്കുന്നതിന്റെ അർത്ഥം നിനക്കറിയാവോ? 3 പെങ്ങന്മാരുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? സൂരജ് വേണ്ട, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം.
कैसी है ये दास्तां, ये दास्तां। അതിനുശേഷം ആ പാല് ഗ്ലാസ്സിലാക്കി കൊണ്ടുപോയി. എന്താ ശരിക്കും പാല് തന്നെയാണ് ഒഴിച്ചോണ്ട് പോയത്? അപ്പൊ അവൻ സന്യാസത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് യാത്ര തുടങ്ങിയോ? ഇനിയിപ്പൊ നിന്റെ ചേട്ടൻ ബ്രഹ്മചാരിയാവെന്ന് തോന്നുന്നില്ല. എന്തിനാ മാറി നിക്കുന്നേ? കപട ബ്രഹ്മചാരി, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അതിന്റെ പ്രതിഫലവും വാങ്ങിയല്ലേ നീ? എന്നാ വന്നോ, എന്നെ മൊത്തം നശിപ്പിച്ചോ. നീ എന്തായി ചെയ്യുന്നത്? എന്തൊരു അഭിനയോ! എന്നെ ദുഷ്ടലാക്കോടുകൂടി നോക്കാം, പക്ഷെ എന്റെ കണ്ണിൽ നോക്കാനുള്ള കഴിവില്ല. ഒരു പെണ്ണിന്റെ സിന്ദൂര രേഖയിൽ ബലമായി സിന്ദൂരം തൊട്ടിട്ട് അവളെ ബലമായി അഗ്നി പ്രദക്ഷിണം ചെയ്യിപ്പിച്ചിട്ട് ഇനിയിപ്പോ അവളുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തിനാ? ആദ്യം നിന്റെ മുഖത്ത് നിന്ന് ഈ കപട ബ്രഹ്മചാരിയുടെ മുഖം മൂടി ഒന്ന് മാറ്റി വെക്ക്. എന്നിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ. ഈശ പ്ലീസ്, ദയവായി നിന്റെ സാരി എടുത്തു കൊടുക്ക് പ്ലീസ്. ഓ, മുഖംമൂടിയുടെ പുറകില് വേറെയും മുഖംമൂടി ഉണ്ടല്ലേ? എന്റെ അച്ഛൻ എന്റെ വിശ്വാസത്തിനെയാ വെല്ലുവിളിച്ചത്. എന്റെ അച്ഛൻ എന്റെ സന്തോഷത്തെ, സ്വപ്നങ്ങളെയും എന്റെ വ്യക്തിത്വത്തെ തകർത്തത്. നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാ കളിക്കാൻ പോകുന്നത്. അപ്പൊ നീ എന്റെ ശരീരത്തോട് നിന്റെ ഇഷ്ടം പോലെ പെരുമാറിക്കോ. വാ, വന്നോ. പതുക്കെ. അപ്പോ നമ്മുടെയൊക്കെ സൂര്യൻ അസ്തമിച്ചു, ബ്രഹ്മചര്യ വ്രതം അവസാനിച്ചു. ആ പിന്നെ യക്ഷിയും കാണാനത്ര മോശക്കാരിയൊന്നുമല്ലല്ലോ. കേട്ടിട്ടില്ലേ, അപ്സരസുകളുടെ മുന്നിൽ വലിയ വലിയ മഹർഷിമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഏട്ടനൊരു സാധാരണ മനുഷ്യനല്ലേ? അല്ലേ? മാത്രമല്ല ഇങ്ങോട്ട് പറഞ്ഞോട്ട് വരാൻ ഇവിടെ ഒരു സ്ത്രീക്ക് പുരുഷൻ എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ മുന്നിൽ എത്ര ദുർബലയാകേണ്ടി വരുന്നു. ഇതെനിക്ക് ഇന്നാ മനസ്സിലായത്. ഈശ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണമെന്നും മാറി നിൽക്ക് പ്ലീസ്. ആളും കൊണ്ട് വന്നിരിക്കുന്നു. എന്റെ ഇത്രയും അടുത്ത് വന്നിട്ട് ഇപ്പൊ ഞാനാ തെറ്റിദ്ധരിക്കുന്നല്ലേ? ദയവായിട്ടൊന്ന് മാറി നിൽക്ക് പ്ലീസ്. എന്താ ഗുണ്ടായിച്ച കാണിക്കോ എന്നോട്? എന്നാ കാണിക്കേ. जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों है. അതെ, ഞാൻ ഗുഡ്. തല്ലും വഴക്കും വക്കാണോ അങ്ങനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പെണ്ണിന്റെ മാനം എന്താണെന്ന് അറിയാം, അത് രക്ഷിക്കാനും അറിയാം. മനസ്സിലായോ? ഇനിയെങ്കിലും ഈ രീതിയിലുള്ള പെരുമാറ്റം നിർത്തിക്കോ.